بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك. ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, മൗലിദുൽ ഹുസ്നൈനിയുടെ 24-ാമത്തെ അധ്യായം ഹിസ്ബുൽ മുഅ്ജിസാത്ത് എന്ന ഹിസ്ബിലാണ് നാം ഉള്ളത്. ഇതുവരെ നാം സമർത്ഥിച്ചത്, വിശദീകരിച്ചത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ അംബിയ മുർസലീങ്ങളിൽ അവർക്ക് നൽകപ്പെട്ട അമാനുഷിക അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങൾ ഏറ്റവും കൂടുതൽ മുഅ്ജിസത്ത് ഉള്ള ആൾ പ്രവാചകര് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണ്. അതിൽ വെച്ച് ഏറ്റവും പ്രകടമായ മുഅ്ജിസത്ത്, ശാശ്വതമായ മുഅ്ജിസത്തും പ്രകടമായ മുഅ്ജിസത്തും അത് വിശുദ്ധ ഖുർആനാണ് എന്നെല്ലാമാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവരിച്ചത്. ഇന്ന് നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട മുഅ്ജിസത്തിന്റെ ആധിക്യമാണ് നാം നേരത്തെ പറഞ്ഞതെങ്കിൽ ഇന്ന് പറയാനുള്ളത് അള്ളാഹുവിന്റെ ഹബീബിന് നൽകപ്പെട്ട മുഅ്ജിസത്തുകള് മറ്റൊരു നബിക്കും നൽകപ്പെടാത്ത അത്ര മഹത്വമേറിയ വണ്ണമായ മുഅ്ജിസത്തുകളാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഅ്ജിസത്തുകൾ. എന്ന് പറഞ്ഞാൽ മുത്തുനബിക്ക് നൽകപ്പെടാത്ത ഒരു മഹത്വമോ ഒരു മുഅ്ജിസത്തോ ഒരു പ്രത്യേകതയോ അല്ലാഹു തആല വേറെ ഒരു നബിക്കും ഒരു റസൂലിനും ഒരു മലക്കിനും ആർക്കും നൽകിയിട്ടില്ല. അതിന്റെ സമർത്ഥനമാണ് ഇനി പറയാൻ പോകുന്നത്. اللهم صل وسلم وبارك على أعظم الرسل آية وفضيلة تبان وعلى آله ما دام الملوان. اللهم صل അല്ലാഹുവേ നീ പ്രകീർത്തനം നിലനിർത്തേണമേ, വസല്ലിം നിന്റെ രക്ഷയും, വബാരിക് അഭിവൃദ്ധിയും, അല അഅ്ളമിർ റുസുലി ആയത്തൻ പ്രവാചകരിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയ ദൃഷ്ടാന്തമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, വഫളീലത്തൻ അംബിയ മുർസലീങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ള നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും, തുബാൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അംബിയാക്കളിൽ ഏറ്റവും സ്ഥാനമർഹിക്കുന്ന ആളാണ്, ഏറ്റവും സ്ഥാനമഹിമകളുള്ള ആളാണെന്ന് ആ സ്ഥാനമഹിമകൾ വളരെ വ്യക്തമാണ്, ലോകത്ത് പ്രസിദ്ധവുമാണ്. വഅലാ ആലിഹി മാദാമൽ മലവാൻ രാപ്പകലുള്ള കാലത്തോളം എക്കാലവും നബിയുമായി ബന്ധപ്പെട്ടവർക്കും അള്ളാഹുവിന്റെ പ്രകീർത്തനവും രക്ഷയും ബറക്കത്തും ഉണ്ടായിരിക്കട്ടെ. അല്ലദീ മാ ഖുസ്സ ബിഹി ഗൈറുഹു മിനൽ അംബിയാഇ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത മറ്റു അംബിയ മുർസലീങ്ങൾക്ക് പ്രത്യേകം നൽകപ്പെട്ട ഏതൊരു കാര്യമുണ്ടോ, മിൻ ആയത്തിൻ ദൃഷ്ടാന്തമോ മുഅ്ജിസത്തോ അമാനുഷിക കഴിവുകളോ ഔ മീസത്തിൻ അല്ലെങ്കിൽ ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള അംബിയ മുർസലീങ്ങൾക്ക് നൽകപ്പെട്ട ഒരു പ്രത്യേകത, വേർതിരിവ്, മറ്റു അംബിയാക്കളിൽ നിന്നുള്ളൊരു വേർതിരിവ്, അങ്ങനെ ഏതൊരു വേർതിരിവുണ്ടോ അതെല്ലാം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുമുണ്ട്. പിന്നെ അവർക്ക് മാത്രം പ്രത്യേകത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ നബി തുലനം ചെയ്യപ്പെടാൻ പറ്റാത്ത, മറ്റൊരാളോട് കൂട്ടിപ്പറയാൻ പറ്റാത്ത നബിയാണ്, റസൂലാണ്. എന്നെ ഒരുത്തരും കൂട്ടിപ്പറയണ്ട എന്ന് പറഞ്ഞല്ലോ, എന്നെ ഒരുത്തർക്കും അറിയരുതെന്നവർ എന്ന് പറഞ്ഞല്ലോ. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുത്തുനബിയെ കുറിച്ച് പറയാനുള്ളത്. എന്നെ ഒരുത്തരും കൂട്ടിപ്പറയണ്ട, എന്നെ ഒരുത്തർക്കും അറിയരുതെന്നോവർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോടെ കൂടെ കൂട്ടിപ്പറയാൻ പറ്റിയ ആളല്ല. അപ്പോൾ നബി തങ്ങൾ അല്ലാത്ത അംബിയ മുർസലീങ്ങൾക്ക് അവർക്ക് പലർക്കും ഓരോരുത്തർക്കും
അല്ലാഹു മറ്റുള്ളവർക്ക് നൽകാത്ത ചില പ്രത്യേകത കൊടുത്തു. പക്ഷെ ആ പ്രത്യേകതകളെല്ലാം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്, ലഭിക്കാതെ പോയിട്ടില്ല. ഫഅൻഹു ജവാബാൻ, നബി തങ്ങളാണ് അംബിയാ മുർസലീങ്ങളിൽ വെച്ച് ഏറ്റവും മുഅ്ജിസത്ത് കൊണ്ടും സ്ഥാനമഹിമകളെ കൊണ്ടും പ്രത്യേകതകളെ കൊണ്ടും സമുന്നതൻ, പരമോന്നതൻ എന്ന് പറയുമ്പോൾ അപ്പൊ പിന്നെ മറ്റ് അംബിയാ മുർസലീങ്ങൾക്ക് പ്രത്യേകമായി നൽകപ്പെട്ട ചില മഹിമകൾ നാം കേട്ടിട്ടുണ്ടല്ലോ. ഫഅൻഹു ജവാബൻ, അതിന് 2 മറുപടിയുണ്ട്. അതാണ് പിന്നെ ഒരു സംശയമുള്ളത്. അതിന് 2 മറുപടിയുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം അവർക്ക് അല്ലാഹു തആല ജിന്നുകളൊക്കെ, അക്കാലത്തുള്ള ജിന്നുകളൊക്കെ സുലൈമാൻ നബിക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. ജിന്നുകളായിരുന്നു വലിയ ബിൽഡിംഗ് ഒക്കെ ചെയ്തിരുന്നത്. അപ്പൊ നമ്മുടെ നബിക്ക് അതുണ്ടോ സംശയം? അത് സുലൈമാൻ നബിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ സുലൈമാൻ നബി എങ്ങോട്ട് ഈജിപ്തിക്ക് പോകണമെങ്കിലും സിറിയയിലേക്ക് പോകണമെങ്കിലൊക്കെ സുലൈമാൻ നബിക്ക് ഒരു കാറ്റിങ്ങ് വരും. ആ കാറ്റങ്ങനെ കൊണ്ടുപോയി, ഇപ്പോ സിറിയയിൽ പോകണമെന്ന് വിചാരിച്ചാൽ സിറിയയിൽ കൊണ്ടുപോയി കാറ്റ് സുലൈമാൻ നബിയെ ഇറക്കും. സിറിയയിൽ നിന്ന് മിസ്ർക്ക് പോകണമെന്ന് വിചാരിച്ചാൽ ആ കാറ്റ് മിസ്ർക്ക് കൊണ്ടുപോയി അവിടെ ഇറക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കാറ്റത്ത് പറന്ന് പോയിട്ടുണ്ടോ എന്നൊക്കെ സംശയം. 2 മറുപടിയാണ് ആ സംശയങ്ങൾക്കുള്ള മറുപടി. അല്ലവ്വലു, ഒന്നാമത്തെ മറുപടി, മാ തഖററ, നേരത്തെ നാം സമർത്ഥിച്ചിട്ടുണ്ട്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാസിമു കുല്ലി ദാലിക ലഹു, ഈ പറഞ്ഞ എല്ലാ മഹത്വങ്ങളും മുഅ്ജിസത്തുകളും പ്രത്യേകതകളും ആ അംബിയാ മുർസലീങ്ങൾക്ക് നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് നൽകിയത്. അപ്പൊ നബി തങ്ങളാണ് അതിനെ വിഹിരിച്ചു കൊടുത്തത്. ആദം നബിയുടെ പ്രത്യേകത ആദം നബിക്ക് കൊടുത്തത് ഇൻഡയറക്റ്റ് ആണ്. അല്ലാഹു തആല അവർക്കൊക്കെ അത് കൊടുത്തത്. ഡയറക്റ്റ് കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി തങ്ങളിലൂടെ മാത്രമാണ് ഏതൊരു നബിക്കും മലക്കനും റസൂലിനും വലിയനും അല്ലാത്തവർക്കും ഒക്കെ ശാസ്ത്രജ്ഞനും കിട്ടേണ്ടുന്ന എല്ലാ അറിവും കിട്ടുകയുള്ളൂ. ഖാസിമു കുല്ലി ദാലിക ലഹും, അതെല്ലാം അവർക്ക് വിഹിരിച്ചു കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഫമില്ലദുന്നു കുല്ലു സുഹ്മാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് എല്ലാ വിഹിതവും. അപ്പോ ആദം നബി അലൈഹി സ്വലാമിന്റെ മുമ്പ് തന്നെ ഇങ്ങനെ വിഹിതിക്കാനും ഓഹരി ചെയ്യാനും കൊടുക്കാനൊക്കെ തരപ്പറ്റിയ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടോ എന്നാണ് ഇന്ന് മാത്രം ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് ഉള്ള സംശയം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദം നബിയെ എന്നല്ല, ജിബ്രീൽ അടക്കമുള്ള മലക്കുകളെ പറക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു തആല അങ്ങനെ എല്ലാം കൊടുക്കാനും നിയന്ത്രിക്കാനും ഒക്കെ പറ്റിയ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമ്പൂർണ്ണ മനുഷ്യനായി അല്ലാഹു തആല ആത്മാക്കളുടെ ലോകത്ത് പടച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള വിവരണം വിശദമായി മൗലിദുൽ ഹുസ്നൈനിന്റെ പല ക്ലാസ്സുകളിലായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മൗലിദുൽ ഹുസ്നൈനിന്റെ തുടക്ക ക്ലാസ്സുകൾ കേട്ടവർക്ക് അങ്ങനെ ഒരു സംശയമേ വരില്ല. അപ്പൊ എല്ലാ അംബിയാ മുർസലീങ്ങൾക്കും ആ കഴിവുകളും ആ പ്രത്യേകതകളും നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി തങ്ങൾക്ക് ആ കഴിവ് ഉണ്ടായതിന് ശേഷം നൽകുകയാണ്. അതേ കഴിവുകൾ, എല്ലാ കഴിവുകളും ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് അള്ളാഹു നൽകുന്നത്. നബി തങ്ങളാണ് അത് ആ എല്ലാ പവറും സ്വീകരിക്കാനുള്ള പക്വതയിൽ അള്ളാഹു തആല പടച്ചു വെച്ച ഏക സൃഷ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി തങ്ങൾക്ക് നൽകപ്പെട്ട പവറിൽ നിന്ന് അല്പാൽപമായി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു സൃഷ്ടികൾക്ക് നൽകുകയാണ്. അപ്പൊ ഫഹുവ അലാ ഇഹ്യാഇൽ മൗത, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് മരിച്ചുപോയവരെ ജീവിപ്പിക്കാൻ വസാഇറുൽ ഖവാരിഖ് മറ്റു മുഴുവൻ അംബിയാ മുർസലീങ്ങളും ചെയ്ത അമാനുഷിക കഴിവുകൾ, അസാധാരണത്വങ്ങളെല്ലാം ചെയ്യാൻ ഖാദിറുൻ ബിഇത്ഖാൻ, കറക്റ്റായി അള്ളാഹുവിന്റെ ഹബീബിന് അതിന് സാധിക്കും. ഈസാ നബി അലൈഹിസ്സലാം കുറെ ആളുകളെ, മരണപ്പെട്ടു പോയ ആളുകളെ മുഅ്ജിസത്തായി ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അങ്ങനെ മരണപ്പെട്ടു പോയവരെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുക്കാനുള്ള കഴിവ് അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. വിശദമായിട്ട് താഴെ പറയൂ.
വഅമ്മാ ഫിഅലുഹാ, ആ കഴിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഉണ്ട്. കാറ്റിലൂടെ പോവാനുള്ള കഴിവ് ഈസാ നബി, സുലൈമാൻ നബി അലൈഹിസ്സലാം കാറ്റിലൂടെ പോയത് ഈ ഭൂമിയുടെ ഭാഗങ്ങളിലേക്കാണ്, വായുവിലൂടെ പോയത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് വായുവിലൂടെ അങ്ങ് പോയത് അങ്ങോട്ടാ, 7 ആകാശങ്ങളിലേക്കും അതിൻ്റെ അപ്പുറത്തേക്കും. അതിലും വലിയൊരു യാത്ര തന്നെ ഉണ്ടോ? ആ ഒരു യാത്ര ഒരു നബിയും നടത്തിയിട്ടില്ല, മലക്കും നടത്തിയിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകളും നടത്താത്ത യാത്രയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വായുവിലൂടെ നടത്തിയ യാത്ര, പ്രയാണം. അതും വെരി സ്പീഡിൽ. പ്രകാശത്തിന്റെ പ്രകാശവർഷം എന്നൊക്കെ പറയുമല്ലോ, പ്രകാശത്തിന്റെ സ്പീഡിനേക്കാളും വലിയ സ്പീഡിലാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്ര നടത്തിയത്. അപ്പൊ അതുകൊണ്ട് എന്നെ ഒരുത്തരും കൂട്ടി പറയണ്ട. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കൂടെയും കൂട്ടി പറയാൻ പറ്റിയ ആളല്ല നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅമ്മാ ഫിഅലുഹാ, എല്ലാ അംബിയ മുർസലീങ്ങളും പ്രകടമാക്കിയ മുഅ്ജിസത്തുകള്, അമാനുഷികതകള് ചെയ്യാനുള്ള കഴിവ് നബിത്തങ്ങൾക്കുണ്ട്. പക്ഷെ നബിത്തങ്ങൾ ഈസാ നബി അലൈഹി ഇസ്ലാം മരിച്ചുപോയ ആളുകളെ ജീവിപ്പിച്ചതുപോലെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മരിച്ചുപോയാലെടുത്ത് പോയി ജീവിപ്പിക്കുന്ന പണി നബിത്തങ്ങൾ ചെയ്തിട്ടില്ല. അത് കഴിയാത്തതുകൊണ്ടല്ല, തീരെ ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടില്ല. ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്തിട്ടുമുണ്ട് അനിവാര്യ ഘട്ടങ്ങളിൽ. വഅമ്മാ ഫിഅലുഹാ, അത് കഴിവുണ്ട്, പക്ഷെ അത് ചെയ്യൽ, പ്രവർത്തിക്കൽ ഫബിഇഅ്തിബാരിൽ മസ്ലഹത്തി, ആവശ്യാനുസാരമാണ് അത് ചെയ്യൽ. ആവശ്യമെങ്കിൽ ചെയ്യൂ, അനിവാര്യ ഘട്ടങ്ങളിൽ ചെയ്യൂ. സ്വാലിഹ് നബി അലൈഹിസ്സലാം പാറയിൽ നിന്ന് ഒട്ടകത്തെ കൊണ്ടുവന്നു. എപ്പോഴും ആ പാറയിൽ നിന്ന് ഒട്ടകത്തെ കൊണ്ടുവരികയല്ല, അനിവാര്യ ഘട്ടമായപ്പോ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നീ ഈ പാറയിൽ നിന്ന് ഒട്ടകത്തെ കൊണ്ടുവന്നാലേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് പറഞ്ഞപ്പോ അവർക്കൊരു മുഅ്ജിസത്ത് അങ്ങനെ കാണിച്ചു കൊടുത്തു. അനിവാര്യ ഘട്ടം. കറക്റ്റായ ചിന്തക്ക് അനുസൃതമായി മാത്രമാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലത്തെ വലിയ അസാധാരണത്വങ്ങൾ പ്രകടമാക്കുക. ഉദാഹരണമായി കമാലൗ കാന ഹുനാ കാതിബാനി മുജീദാൻ, നല്ല എഴുത്ത് കഴിവുള്ള 2 ആളുകൾ, എഴുതാനും അല്ലെങ്കിൽ വരക്കാനും കഴിവുള്ള 2 ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. പക്ഷേ ആ 2 ആർട്ടിസ്റ്റുകളിൽ വെച്ച് നിന്ന് ഒരാള് നല്ലൊരു ചിത്രം വരച്ചു. അതിന്റെ അർത്ഥം മറ്റേ വ്യക്തിക്ക് ആ ചിത്രം വരക്കാൻ അറിയില്ല എന്നല്ല. ഒരാൾ ചിത്രം വരച്ചു അല്ലെങ്കിൽ എഴുതി, അദ്ദേഹം എഴുതാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ എഴുതി, മറ്റാൾക്ക് എഴുതാൻ കഴിവില്ല എന്നതിന് അർത്ഥമല്ല. ഫകതബ അഹദുഹുമ, ഒരാൾ എഴുതി, വതറക്കൽ ആഖറു, മറ്റാൾ എഴുതിയില്ല. ലിമസ്ലഹത്തിൻ, ഒരാൾ എഴുതാനും അവിടെ ചില കാര്യകാരണങ്ങളുണ്ട്, മറ്റാൾ എഴുതാതിരിക്കാനും ചില കാര്യകാരണങ്ങളുണ്ട്. മാ അന്നഹുമാ കാതിബാൻ, എന്നാൽ 2 പേരും നന്നായി എഴുതാൻ അറിയുന്നവരാണ് താനും എന്നതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയ ആളുകളെ ജീവിപ്പിക്കാതെ പറയുന്നത് വലിയന് തന്നെ അസാധ്യമല്ല. ഒരു വലിയന് തന്നെ സാധിക്കാത്തൊരു സംഗതി അല്ല, അസംഭവ്യമായ സംഗതിയല്ല മരണപ്പെട്ടു പോയവരെ ജീവിപ്പിക്കുക എന്ന് പറയുന്നത്, കറാമത്ത് വഴി. പിന്നെ എങ്ങനെ നബിക്കത് അസാധ്യമായ സംഗതിയാവണം? അംബിയ മുർസലീങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതരായ നമ്മുടെ നബിക്ക് എങ്ങനെയാണ് അത് അസംഭവ്യമായ സംഗതിയാകുന്നത്? ഫഖദ് ഫഅല തിൽകൽ ഖവാരിഖ, ഈ പറഞ്ഞ മുമ്പ് കഴിഞ്ഞു പോയ അംബിയ മുർസലീങ്ങൾ പ്രകടമാക്കിയ വലിയ മുഅ്ജിസാത്തുകൾ, ആ മുഅ്ജിസാത്തുകളോട് തുല്യമായ അതേ മുഅ്ജിസാത്തുകൾ പ്രകടമാക്കിയിട്ടുണ്ട് ഔലിയാ ഉമ്മത്തി, നമ്മുടെ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാ. നമ്മുടെ നബിന്റെ ഉമ്മത്തിൽ അംബിയ മുർസലീങ്ങൾ ഇല്ല, പക്ഷേ നമ്മുടെ നബിയുടെ ഉമ്മത്തിൽ ഔലിയാ ഉണ്ട്. ഉലമാ ഉമ്മത്തി കഅംബിയായി ബനി ഇസ്രായേൽ, എന്റെ സമുദായത്തിലുള്ള വലിയ ആലിമീങ്ങൾ. ഉലമാ എന്ന് പറഞ്ഞാൽ ചോട്ട ആലിമീങ്ങളല്ല,
ഉലമാ എന്ന് പറഞ്ഞാൽ വലിയ ആലിമീങ്ങൾ. കാരണം അലീം എന്ന് പറഞ്ഞാൽ വലിയ അറിവുള്ള ആൾക്കാണ് അലീം എന്ന് പറയാം. അതിൻ്റെ ബഹുവചനമാണ് ഉലമാ. അപ്പൊ ഉലമാ ഉമ്മത്തി എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വലിയ മഅരിഫത്തുള്ള ആളുകൾ അവരാണ് അലീമാവുക. മഅരിഫത്തുള്ള ആളുകളാണ് അലീമാവുക. മഅരിഫത്തില്ലാത്തവരുടെ ഇൽമിനിക്ക് പരിമിതി ഉണ്ടാവും. കുറെ തെറ്റിദ്ധാരണകൾ നിറഞ്ഞതായിരിക്കും, അബദ്ധങ്ങൾ നിറഞ്ഞതായിരിക്കും മഅരിഫത്തില്ലാത്തവരുടെ അറിവ്. മഅരിഫത്തുള്ള ആളുകൾക്കാണ് വിശുദ്ധമായ അറിവും തെറ്റിദ്ധാരണകളും പിഴവുകളും കുറഞ്ഞ അറിവാകുക. അപ്പൊ അലീം ഉലമാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ വെച്ച് വലിയ ഇൽമുള്ള ആളുകൾ അംബിയാ ബനീ ഇസ്രായീൽ, ബനൂ ഇസ്രായേലുള്ള പ്രവാചകന്മാരെ പോലെയാണ്, പ്രവാചക തുല്യരാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ഉമ്മത്തിൽപ്പെട്ട വലിയ പ്രഗത്ഭരായ ആലിമീങ്ങളാണ് ഗൗസുൽ ആദം, സുൽത്താനുൽ ഹിന്ദിൽ അജ്മീരി, അഹ്മദുൽ കബീർ റിഫായി, അതുപോലെ അലിയുനിൽ ഹീത്തി, ഇങ്ങനെ ധാരാളം മഹാന്മാര്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവും അവരുടെ മുരീദന്മാരിൽപ്പെട്ട പല ഔലിയാവും അവരൊക്കെ എത്രയോ സംഭവങ്ങളിൽ നിർജീവങ്ങളെ, മരിച്ചുപോയ ജീവൻ നഷ്ടപ്പെട്ടു പോയ ജഡങ്ങളെ പുനർജീവിപ്പിച്ച സംഭവങ്ങളുണ്ട്. കോഴിയുടെ മുള്ളോട് കൂവന്നി ചൊന്നാരെ കുഷാതെ വീപ്പ വിട്ടോവർ. കോഴിയുടെ മുള്ളോട്, ഏത് കോഴിയാ? കറി വെച്ച കോഴിയാ. ആ കോഴിയുടെ മുള്ള് ഒരുമിച്ച് കൂട്ടി ആ മുള്ളിനോട് ഗൗസുൽ ആദം കൂം എന്ന് പറഞ്ഞപ്പോ അത് കോഴി കൂവി പാറിപ്പോയി എന്നാ പറയുന്നത്. ഈ കറാമത്തിനെ കുറിച്ച് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ല പറഞ്ഞത് ഇത് മുത്തവാത്തിറായി സ്ഥിരപ്പെട്ട ഒരു സംഭവമാണ്, അനിഷേധ്യമായി സ്ഥിരപ്പെട്ട ഒരു കറാമത്താണ് ഈ കറാമത്ത്. അപ്പൊ അത്ര വലിയ കറാമത്ത് ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ വന്ന, മുത്തുനബി പറഞ്ഞു കൊടുത്ത ദീനു കൊണ്ട് അമൽ ചെയ്ത് ഈ ഉമ്മത്തിൽ വന്ന ഔലിയാ തന്നെ പ്രകടാക്കിയിട്ടുണ്ട്. പിന്നെന്താ മുത്തുനബിക്ക് അത് പ്രയാസാകുന്നത് അങ്ങനെയുള്ള മുഇസ്സത്തിൽ പ്രകടാക്കാൻ? അതുപോലെ സുൽത്താനുൽ ഹിന്ദിൽ അജ്മീരി അവരും അങ്ങനെയുള്ള കറാമത്തുകൾ പ്രകടാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട് ആ തീക്കുണ്ടാരത്തിൽ നിന്ന് ഒരു രോമം പോലും കരിയാതെ പുറത്തു വന്നു. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വലിയൊരു കറാമത്താണ്, മുഅ്ജിസത്താണ്. അതുപോലെ കറാമത്ത് സുൽത്താനുൽ ഹിന്ദിൽ അജ്മീരി റളിയല്ലാഹു അൻഹു ഇസ്ബഹാനിൽ ചെന്നപ്പോ അവിടെ തെയ്യിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒറ്റക്കായിരുന്നു തെയ്യിലേക്ക് പോയത്. എന്നാൽ സുൽത്താനുൽ ഹിന്ദുൽ അജ്മീരിയോട് അവിടെയുള്ള മജൂസികള്, തീയാരാധകര് ചോദ്യം ചെയ്ത് അവരോട് സുൽത്താനുൽ ഹിന്ദുൽ അജ്മീരി തങ്ങളോട് സംവാദം നടത്തിയപ്പോ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടിയുടെ കൈപ്പിടിച്ച് ആ തീക്കുണ്ടാരത്തിലേക്ക് സുൽത്താനുൽ ഹിന്ദുൽ അജ്മീരി ചാടിപ്പോയി. കുറച്ചു കഴിഞ്ഞിട്ട് ആ തീയിൽ നിന്ന് കുട്ടിയെയും പിടിച്ച് തിരിച്ചു വന്നു. കുട്ടിയോട് ചോദിച്ചു, എന്തായിരുന്നു അനുഭവം? ഒരു രോമം പോലും കരിഞ്ഞിട്ടില്ല. കുട്ടി പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ നല്ല പൂന്തോട്ടമായിരുന്നു, അതിൻ്റെ അകത്ത് നല്ല സുഖമായിരുന്നു. അപ്പൊ കണ്ടോ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു വലിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുണ്ടായ അതേ മുഅ്ജിസത്ത്, ആ അമാനുഷികത പ്രകടാക്കിയത്. വഹും ലഹു ഗിൽമാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമകളെ പോലെയാണ്, കുട്ടികളെ പോലെയാണ് ഈ ഉമ്മത്തിൽപ്പെട്ട ഔലിയാ. ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപേക്ഷിച്ച് നബി തങ്ങളുടെ മുമ്പിലുള്ള അടിമകളാണ്. എന്നിട്ട് ഈ അടിമകൾക്ക് വരെ അത്ര കഴിവുണ്ടെങ്കിൽ
പിന്നെ യജമാനനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴിവ് എത്രയായിരിക്കും? വഖദ് മറ അന്നഹു ലം യസ്ബിഖുഹു ഇലാ ഫളിൻ അഹദുൻ ഹത്തൽ അംബിയാഉൽ ഖുസ്വാൻ. വഖദ് മറ നേരത്തെ വിവരിച്ചിട്ടുണ്ട്, അന്നഹു ലം യസ്ബിഖുഹു ഇലാ ഫളിൻ അഹദ്, ഒരു മഹത്വത്തിലേക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിൽ ഒരാളും മുൻകടന്നിട്ടില്ല. കണ്ടോ? ഹത്തൽ അംബിയാഉൽ ഖുസ്വാൻ, പ്രത്യേകക്കാരായ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും പ്രത്യേകക്കാരാണ് പ്രവാചകന്മാർ, അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കന്മാരടക്കം ഒരു സൃഷ്ടിയും ഒരു മഹത്വത്തിലേക്കും മുത്തുനബിയുടെ മുന്നിൽ പോയിട്ടില്ല. മുത്തുനബിക്കൊരു മഹത്വം കിട്ടുന്നതിൻ്റെ മുമ്പ് ഒരു മഹത്വം ആർക്കും ലഭിച്ചിട്ടില്ല മുത്തുനബിയുടെ മുന്നേ. അത് മൗലിദുൽ ഹുസ്നൈനിയുടെ ഒരു പ്രമേയമാണ്. മുത്തുനബിയാണ് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന്, എല്ലാ വിഷയത്തിലും ശ്രേഷ്ഠർ എന്ന് സമർത്ഥിക്കലാണ് മൗലിദുൽ ഹുസ്നൈനിന്റെ പ്രമേയം. അതോടൊപ്പം അത് മാത്രമല്ല, എല്ലാ മഹത്വത്തിലേക്കും മുത്തുനബിയാണ് മറ്റുള്ളവരുടെ മുന്നിൽ മുൻകടന്നത് എന്നും കൂടെ മൗലിദുൽ ഹുസ്നൈനിയിൽ സമർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ വിശദീകരണം നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ വരുന്ന എല്ലാ സംശയങ്ങൾക്കും മൗലിദുൽ ഹുസ്നൈനിയിൽ സൂചക ഭാഷയിലെങ്കിലും മറുപടി നൽകിയിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ മറുപടി അതാ, മറ്റു അംബിയ മുർസലീങ്ങൾക്കൊക്കെ പ്രത്യേകമായി പറയപ്പെടുന്ന ചില മുഅ്ജിസാത്തുകൾ ഉണ്ടല്ലോ, വലിയ വലിയ മുഅ്ജിസാത്തുകൾ. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മുടെ നബിയാണ് ഏറ്റവും വലിയ മുഅ്ജിസത്തുള്ളവർ എന്ന് പറയുക എന്ന ചോദ്യത്തിന്റെ ആദ്യ മറുപടി, ആ മുഅ്ജിസാത്തുകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ആദ്യം അല്ലാഹു നൽകപ്പെട്ടത് ആത്മാക്കളുടെ ലോകത്ത് വെച്ച്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട കഴിവുകളിൽ നിന്നും മുഅ്ജിസാത്തുകളിൽ നിന്നും അമാനുഷികതകളിൽ നിന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു അംബിയ മുർസലീങ്ങൾക്ക് ഓഹരി ചെയ്ത് കൊടുത്തതാണ്. നബി തങ്ങൾക്ക് തന്നെ അങ്ങനെ ചെയ്യാൻ ഉള്ള കഴിവ് ഉണ്ട്. പക്ഷെ അത് എല്ലാം ആവശ്യമുള്ളയിടത്തും ഇല്ലാത്തയിടത്തും മുത്തുനബി പ്രകടമാക്കുകയില്ല. ആവശ്യമുള്ളിടത്ത് മാത്രമേ പ്രകടാക്കുകയുള്ളൂ. ആവശ്യമുള്ളിടത്ത് പ്രകടാക്കിയിട്ടുണ്ട്. മുത്തുനബിയോട് ആരും പറഞ്ഞിട്ടില്ല, നിങ്ങൾ പാറന്റെ ഉള്ളിൽ നിന്ന് ഒട്ടകത്ത് കൊണ്ടുവരണം. പറയുമ്പോഴല്ലേ അത് കൊണ്ടുവരേണ്ടതുള്ളൂ. അതിനും വലിയ സംഭവം പറഞ്ഞു. ഭൂമിയുമായി ഒരു ബന്ധവുമില്ലാത്ത ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രൻ, ആ ചന്ദ്രനെ 2 പിളർപ്പാക്കണം എന്ന് പറഞ്ഞു. മുഹമ്മദ് നബി ഭൂമിയിലാണുള്ളത്. ഇന്നിപ്പോ ചന്ദ്രനിലേക്കൊക്കെ മനുഷ്യന്മാര് പോയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ കാലത്ത് നമ്മൾ ജീവിക്കണം. അന്ന് ഭൂമിയിലുള്ള മനുഷ്യന് ചന്ദ്രനിലേക്ക് പോകുക എന്ന് പറയുന്നത് അസംഭവ്യമായി ജനങ്ങൾ കാണുന്നൊരു കാല. അക്കാലത്താണ് ചന്ദ്രനുമായി ഭൂമിക്കാർക്കൊരു ബന്ധവുമില്ല. അക്കാലത്താ പറയുന്നത് ചന്ദ്രനെ 2 പിളർപ്പാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ കൊണ്ട് ഇങ്ങനെ സൂചിപ്പിച്ചു ചന്ദ്രനിലേക്ക്. ചന്ദ്രൻ 2 പിളർപ്പായി 2 വലിയ മലകളിൽ ഒരു ചന്ദ്രന്റെ ഒരു പൊളി ഒരു മലയിലും മറ്റേ പൊളി മറ്റേ മലയിലും വേറിട്ട് ഇങ്ങനെ നിൽക്കുന്നതായി കണ്ടു. അത് വെറുതെ ഈ കങ്കെട്ട് നടത്തിയതല്ല. മക്കയിലുള്ള ആളുകൾ മാത്രമല്ല അത് കാണുന്നത്. ചന്ദ്രനെ കണ്ടോലൊക്കെ അത് അന്ന് ചന്ദ്രനെ കണ്ടോലൊക്കെ കണ്ടു. ചേരമാൻ പെരുമാള് ഇവിടെ കേരളത്തിൽ വെച്ച് അങ്ങനെ അവർക്ക് കാണാൻ സാധിക്കും. കാരണം ഏഷ്യയിലാണല്ലോ. കേരളത്തിൽ വെച്ച് തന്നെ അങ്ങനെ ചന്ദ്രൻ പിളർപ്പായത് കണ്ടിട്ടാണ് അവര് അതിനെക്കുറിച്ച് ചോദിച്ച് എന്താ സംഭവം എന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, അദ്ദേഹം കാണിച്ച അമാനുഷികതയാണ് എന്ന് അറിഞ്ഞപ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് പോയതും വിശ്വസിച്ചതും എല്ലാം ചരിത്രം നമുക്കറിയാം. അപ്പൊ ഒന്നാമത്തെ മറുപടി അതാണ്, നബി തങ്ങൾക്ക് ആ കഴിവുണ്ട്. നബി തങ്ങൾ അത് പ്രകടമാക്കേണ്ട സമയത്ത് പ്രകടമാക്കിയിട്ടുമുണ്ട്. അസാനി, രണ്ടാമത്തെ മറുപടി, അന്നഹു ഉഅ്തിയ മിസ്ലഹ ഔ അഅളമ ഫൽനുഖാരിൻ അസദ്ദ ഖിറാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അത് വലിയൊരു വിഷയമാണ് ഇനി പറയാൻ പോകുന്നത്.
തുടങ്ങിയാൽ ഇപ്പോൾ തീരൂല. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.